അല്ലേ ഇതാരൊക്കെയാ? വാങ്ങു സാർ, വാങ്ങൂ. അല്ല, പരിചയപ്പെടലൊക്കെ കഴിഞ്ഞോ? ഒരു സ്ഥലത്ത് വരുമ്പോ അവിടുത്തെ ദിവ്യന്മാരുമായിട്ടൊക്കെ ഒരു വാങ്ങു സാർ, വാങ്ങൂ. ഓരോരുത്തർക്ക് വേണ്ടവരൊക്കെ സെലക്ട് ചെയ്തോ. നില്ലേ, എനിക്ക് വേണ്ട വിളക്കേറെ നിങ്ങൾ സെലക്ട് ചെയ്തല്ലോ. ആരാടി അമ്മിണി? ഇനി അമ്മിണി ആരാണെന്ന്? അമ്മിണി ഇന്റെ കൂട്ടത്തിലില്ല സാർ, ഞാൻ കൂപ്പിട്ട് പറഞ്ഞു. അപ്പോ നിങ്ങൾ പറഞ്ഞു. അവിടെ വിളിക്കുന്നു. റോയ് സാറിന്റെ ഫ്രണ്ടാ, പുറത്തുനിന്ന് വന്നതാ. ആരായാലും എനിക്ക് വയ്യെന്ന് പറ. വയ്യെന്നോ? ആരാണ് അവള്? വേശ്യാലയത്തിന് ശീലാവതിയോ അതോ സദാചാരത്തിന്റെ കാവൽ മാലാക്കയോ? വിളിയാണ് അവിടെ. അത് വന്ന് അമ്മണി ആര് പറഞ്ഞു? അടിക്കില്ലേ? അങ്ങനെ വരുന്നേ ഇയാള്? മുതലാളി. ആരാ മുതലാളി? മുതലാളി. ഓ, താനാണല്ലേ മത്തായി. എവിടെ അമ്മണി? വിളിയോ. എനിക്ക് അവളെ വേണം, അവളെ മോളെ വേണം. വിളിയണം. ഒന്ന് അടങ്ങ്, നമുക്കൊക്കെ വഴിയുണ്ടാക്കാം. എവിടെ ആള്? 5 റൂമിലുണ്ട്. എവിടെ അവള്? ബഹളം കെട്ട് ഇറങ്ങി ഓടിക്കാണ്. അവൾ നമ്മൾ കണ്ടോ? ഇല്ല. രക്ഷപ്പെട്ടു. എവിടെ അമ്മണി മോളും? അവൾ ഈ ബഹളം കേട്ടതിന് പോയെന്ന് തോന്നുന്നു. നീ ആ റോയിയെ പറ്റിച്ച പോലെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ബഹളം വെക്കാൻ സാറേ, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? പബ്ലിക് പ്ലേസ്. സാറ് നമ്മളിവിടെ വന്ന് ന്യായമായ ഒരു കാര്യത്തിനാ. അവൾ എന്തിനാ ഇറങ്ങി ഓടണം? അവൾ ആരാ? ശീലാവതിയോ അത് അവിടെ ചേച്ചിയോ? അതൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ പോലെ തന്നെയല്ലേ അവള്. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. നീ വിട. നമ്മൾ വന്ന കാര്യം സഹിക്കാതെ പോകുന്ന പ്രശ്നമല്ലേ പറയുന്നത്? മത്തായി, ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് അവളെയും മോളെയും റോയിയുടെ ബംഗ്ലാവിൽ എത്തിച്ചില്ലേ കുട്ടപ്പായുടെ സ്വഭാവം നീ മനസ്സിലാക്കും. അച്ഛൻ വണ്ടിലോട്ട് കയറിയട്ടെ. കയറേ. എന്താണ് നോക്കിയിരിക്കുന്നത്? പോട്ട്. തിരിച്ചു വന്നത്? ഞാനിന്ന് അയാളെ കണ്ടു മോളെ. അയാളെ തന്നെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ആ ശബ്ദം അയാളോ? ആരുടെ കാര്യം അമ്മ ഈ പറയുന്നത്? അയാൾ എന്നെ തേടി വന്നതാ. എന്നെ ചതിച്ചത് പോരാഞ്ഞ് വർഷങ്ങളായിട്ട് പിന്നെയും പക. ഇപ്പൊ എന്റെ മോളെ കൂടി. കൊല്ലും ഞാൻ അവനെ. ഇന്നുവരെ അയാളെ മനസ്സിൽ പോലും ഞാൻ അവനൊന്ന് വിളിച്ചിട്ടില്ല, വേർത്തിട്ടില്ല. കുറച്ചു സമയം മുമ്പ് വരെ. അമ്മേ, അതേ മോളെ, ചിരിച്ചു കാണിക്കും, സ്നേഹം അഭിനയിക്കും,
ചതി പറ്റുമ്പോൾ കൂടി നമുക്ക് അയാളെ വെറുക്കാൻ കഴിയില്ല. അത് അയാള് അമ്മേ, പാവപ്പെട്ട നിന്റെ അമ്മയെ അയാൾ ചതിക്കായിരുന്നു. വേണമെന്ന് വിചാരിച്ച് ഒരു തമാശയ്ക്ക്. ഫ്രാൻസിസ് എന്താ ആലോചിക്കുന്നത്? ഇക്കാര്യത്തിൽ കയ്യും മെയ്യും മറന്ന് ഞങ്ങൾ വർക്ക് ചെയ്തെന്ന് വെച്ചോ, ഞങ്ങൾക്ക് എന്താ ഒരു ലാഭം? ലാഭം പബ്ലിസിറ്റി, നല്ല പബ്ലിസിറ്റി അല്ലേ? പൗരപ്രമുഖനായ നിങ്ങളൊക്കെ ലോ കോളേജിൽ നിന്ന് ഇറങ്ങിയല്ലേ? കുടുംബത്തിൽ കാശുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ചവിട്ടോടി. എനിക്കാണ് എന്റെ വാരിക്കൊരു പബ്ലിസിറ്റിയും. ഒരു സമൂഹ വിവാഹം സംഘടിപ്പിക്കാന്നൊക്കെ പറയുമ്പോ നിങ്ങളെപ്പോലെ ചില പ്രമുഖ സാമൂഹ്യ വിരുദ്ധന്മാരും ചില സാംസ്കാരിക സംഘടനകളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ബലമാണ്. തനി വന്നേ, ഞങ്ങൾ തനിക്ക് ബലം തരാം. പക്ഷേ ഞങ്ങൾ ഈ ചില കുരുത്തക്കേടൊക്കെ ഒപ്പിക്കും. താനതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചോണം. എങ്ങാനും നാറിയാ ഞങ്ങൾ ഒറ്റരുത്. ഇല്ല, ഏതായാലും ഈ ലോ കോളേജിൽ നിന്നും പട്ടണത്തിൽ നിന്നും ഒക്കെ പിരിയ. ഈ ജന്മത്ത് ഞാനൊന്നും LLB പാസ്സാകാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഈ നഗരത്തിൽ നമ്മുടെ ഒരു പാദമുദ്ര കിടക്കട്ടെന്താ? പുലിവാലാവില്ലല്ലോ. ഇല്ലടോ. എന്നാ ഞാൻ അറിയട്ടെ, എനിക്ക് കലക്ടറേയും വീഡിയോ ഒന്ന് കാണണം. കണ്ടിട്ട് വൈകുന്നേരം ഹോസ്റ്റലിലോട്ട് വരാം. ഫ്രാൻസിസേ, ഇത് പിള്ളേര് കളിയല്ല കേട്ടോ. ഒന്ന് പോടാ പുല്ലേ. സമൂഹ വിവാഹം മാങ്ങാ തൊലിയാണ്. ഇതൊക്കെ ഒരു ഫ്രോഡ് വേലയാണെന്ന് വരുന്ന അവന്മാർക്കും കേട്ടുന്ന അവൾമാർക്കും അറിയാം. പിന്നെ ഒത്താ ഒക്കട്ടെ എന്ന് വിചാരിച്ച് വരുന്നു, അത്ര തന്നെ. ആദ്യമായി ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീമാൻ പ്രസന്നകുമാർ സംസാരിക്കുന്നതായിരിക്കും. ബഹുമാന്യരെ, വിവാഹ ചെലവുകളും അതിന്റെ ഫോർമാലിറ്റികളും അത്യന്തം ദുർഘടമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ ദൗത്യം ഏറ്റെടുത്ത മഹിളാ കേരളം വാരികയെയും അതിന്റെ പത്രാധിപരായ ശ്രീ കരുണാകരനെയും ഞാൻ അഭിനന്ദിച്ചുകൊള്ളുന്നു. അടുത്തതായി കുമാരി അമ്മിള വിവാഹം. കേട്ടല്ലോ, ഇവനോ ഒരു സമ്മേളനത്തിൽ മാലയിട്ടെന്നും പറഞ്ഞ് ഇല്ലിക്കിറപ്പാടെ മോനെ ഓസിനൊന്ന് വിടുകാന്ന് വിചാരിച്ചല്ലടി. കഴിവണ മോളെ ഒന്നുകളെ ഞാൻ റൂമിൽ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും അറിയിപ്പോണം. ഇനി അവന്റെ കണ്ണും വെട്ടത്തെങ്ങാനും ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ റപ്പായി എന്നെ അറിയും. എന്റെ മോനാരുടെ ഓസ് വാങ്ങിയെന്ന് വേണ്ട. ചതിയാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് ആ മനുഷ്യനെ വെറുക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. ഇന്നും കഴിഞ്ഞു. അദ്ദേഹം പിരിയുമ്പോ നീ എന്റെ ഉള്ളിൽ ജന്മം എടുത്തു കഴിഞ്ഞിരുന്നു. ഞാൻ ആകെ പതറിപ്പോയി. ആരും എന്നെ സഹായിച്ചില്ല. ആരും. എവിടെയൊക്കെ ശ്രമിച്ച് അദ്ദേഹത്തിന്റെ മേൽവിലാസം എനിക്ക് കിട്ടി. സ്ത്രീധനത്തൊക്കെ ഒന്നും ഇനിയൊരു പ്രശ്നമല്ല മാത്തച്ച. നിങ്ങളുടെ സ്ഥിതിക്ക് ഒട്ടും കുറയ്ക്കില്ലെന്നറിയാം. പിന്നെ മോളിക്കുട്ടിയെ നിങ്ങളെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്തുവാ, കുറി കൊടുക്കണം, വിളിച്ചു കൊല്ലണം, കെട്ടണം. ഇല്ലേടി? എന്നാലും പെണ്ണും ചെറുക്കനും പരസ്പരം ഒന്ന് കാണണ്ടായോ? ഇപ്പോഴത്തെ കാലല്ലേ. ഞങ്ങളുടെ മോളിക്കുട്ടി കുട്ടപ്പായെ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. പള്ളിയിലോ വെച്ചോ മറ്റോ. അവക്ക് കാര്യമാ. ആ, അപ്പൊ പിന്നെ ഇനി ഒന്നും തീരുമാനിക്കാനില്ല. തീയതി ഒന്ന് നിശ്ചയിച്ചു. എന്റെ ചെറുക്കൻ വന്ന് കാണും, അവന് ഇഷ്ടപ്പെടും, അവൻ കെട്ടും. അവൻ തന്തയ്ക്ക് പറഞ്ഞവനാ. ഇല്ലേടി മുതലാളി? എന്താ ഞാൻ ഇപ്പൊ വരാവേ.
അങ്ങോട്ട് മാറി നിൽക്കേ, ആരും കാണണ്ട. അങ്ങോട്ട് അങ്ങനെ മാറി നിൽക്കാൻ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ കുടുംബത്തിന്റെ സൽപ്പേര് കളയാൻ വന്നാണോടി നീ? അവന്മാരം എനിക്ക് താങ്ങാൻ ഒക്കില്ല. വേറെ ഒന്നുകൂടെ ഉണ്ടായ ഇവനോടുള്ള സ്നേഹം പങ്കുവന്നു പോകുമല്ലോ എന്നോർത്ത് കുടുംബം നിലനിർത്താനുള്ള ഒരേ ഒരു കണ്ണിയ. ഞാനത് സഹിക്കല, എല്ലാത്തിനും കുഞ്ഞും കായലെറിഞ്ഞളിയും. നിനക്കറിയാവോ, ഇന്ന് അവന്റെ കല്യാണം നിശ്ചയമായിരുന്നു. നല്ല തറവാട്ട് മഹിമുള്ള കൊച്ചാ മോളിക്കുട്ടി. കുട്ടപ്പായ്ക്കും പെണ്ണിനെ വളരെ ഇഷ്ടപ്പെട്ടിരിക്കുക. ഒരു പിറക്കാപ്പിള്ളെ കൊന്നുകളയാൻ നിന്നെ മനസാക്ഷി അനുവദിക്കുന്നില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. എവിടെയെങ്കിലും പോയി അതിനെ പെറ്റുവളർത്ത് ജീവിച്ചോ. കാണാമടയത്ത് എവിടെയെങ്കിലും ഈ ജന്മം നിനക്ക് കഴിയാനുള്ള വക ഞാൻ തന്നേക്കാം. കിഴക്ക് എന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. നിന്നെ ഒരാളെ കുട്ടി ഞാൻ അങ്ങോട്ട് വിടാം. എന്റെ ഒരു ആശ്രിതനാ മത്തായി, ആരും അറിയില്ല. ഈ ഔദാര്യമൊക്കെ എന്തിനാണെന്ന് അറിയാവോ? കുട്ടപ്പായി ഒരിക്കലും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. മേലാൽ നീ അവനെ കാണാനോ മറ്റോ ശ്രമിച്ചാൽ ഇല്ലിക്കരപ്പാരെ തനിക്ക് വാങ്ങി അറിയും. സംഗതി അവൻ കാണിച്ച പോക്കൃതരോ. പക്ഷെ കുടുംബത്തിന് മാനം നോക്കണ്ടേ? ആ എസ്റ്റേറ്റിന്റെ മുഴുവൻ വരുമാനവും അവളെടുത്തോട്ടെ. മത്തായിക്കുള്ള ശമ്പളം മാസാമാസം ഞാൻ അവിടെ എത്തിച്ചോളാം. നിനക്ക് കാശിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, ഞാൻ വേണ്ടത് ചെയ്തോളാം. പക്ഷെ ഒരു കാര്യം, ഈ ലോകത്ത് നീയും ഞാനും അല്ലാതെ മറ്റൊരാളും ഇത് അറിയരുത്. അവിടെ നിന്നും തന്ന സ്ഥലം പുറമ്പോക്കാണെന്നും ആദായമൊന്നുമില്ലെന്ന മത്തായി പറഞ്ഞത്. കള്ളാണെന്ന് എനിക്കറിയാം. ആരോട് പരാതിപ്പെടാനാ? തെറ്റ് ചെയ്യാൻ മത്തായി ഒരുപാട് പ്രേരിപ്പിച്ചെങ്കിലും ഞാൻ വഴങ്ങിയില്ല. നിന്നെ പ്രസവിച്ചു കഴിയുന്നതുവരെ മത്തായി ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ പിന്നെ അയാള് തന്നെ ഒരു ദിവസം ബലമായി എന്നെ നിന്നെ കഷ്ടപ്പാടില്ലാതെ വളർത്തണം, നിനക്കൊരു ജീവിതം കിട്ടണം. അതിനൊക്കെ ഞാൻ തിരഞ്ഞെടുത്ത വഴി അത് തെറ്റായിപ്പോയെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ഒരിക്കലും കാണില്ല, കാണണ്ടെന്നൊക്കെ കരുതിയതാ. ഞാനൊരു സ്ത്രീയല്ലേ മോളെ. മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്നെ സ്വീകരിക്കണ്ട, നിന്നെ കാണാൻ വരും, സ്വീകരിക്കും. ആ മനുഷ്യൻ ഇന്ന് അവിടെ വന്ന, നീയല്ലെങ്കിൽ വേണ്ട, നിന്റെ മോൾ എവിടെയെന്ന് പറഞ്ഞു. ഈ 17 വർഷവും ഞാൻ അയാളെ വെറുത്തില്ല. എന്റെ തെറ്റ്. മൃഗമാണവൻ, മൃഗം. അമ്മേ, നമ്മളിനി എന്ത് ചെയ്യും അമ്മേ? ഇവിടെ വന്നാലോ? നേരെ അയാൾ ഇവിടെ വരാൻ മടിക്കില്ല. എവിടെയെങ്കിലും പോവാം. ബാലന്റെ അടുത്തേക്ക് തന്നെ പോവാം. അമ്മേ, ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ നീ അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ വേഗം വേഗം റെഡി ആയിക്കോ. തോന്നുന്നതിന് മുമ്പ് അച്ഛൻ എനിക്കൊന്ന് കാണണം. ഒന്നിനുമല്ല, വെറുതെ ദൂരെ മറിഞ്ഞിരുന്ന് കണ്ടോളാം. വെറുതെ ഒരു ആശ. അമ്മനേക്കാ അമ്മനേക്കാ എന്താ? വെളിനാട്ടുകാരൻ ഒരുത്തൻ ഇവിടെ വന്നെന്താ പ്രശ്നം ഉണ്ടാക്കുന്നേ? അതൊന്ന് കാണണമല്ലോ. ഞാനും എന്റെ മോളും ഇവിടുന്ന് പൊയ്ക്കോളാം. നിങ്ങൾ ഒരിടത്തും പോകണ്ട, ഞങ്ങളൊക്കെ വിടില്ലേ. പേടിക്കാതക്ക, അവന്മാര് ഈ കോളനി വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ പോയി കിടന്നുറങ്ങ്, ഞങ്ങൾ കാവലുണ്ട്.